കുന്നംകുളത്ത് പോലീസ് മർദ്ദനത്തിനിരയായ യൂത്ത് കോൺഗ്രസ് നേതാവ് സുജിത്ത് ഹൈക്കോടതിയെ സമീപിച്ചു. മനുഷ്യാവകാശ ലംഘനം ചൂണ്ടിക്കാട്ടിയാണ് സുജിത്ത് പൊതു താൽപര്യ ഹർജി നൽകിയത്. പോലീസ് സ്റ്റേഷനുകളിൽ സിസിടിവി പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് അറിയിക്കണമെന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ചു. 3 ആഴ്ചയ്ക്കകം റിപ്പോർട്ട് നൽകാനാണ് ഡിവിഷൻ ബെഞ്ചിന്റെ നിർദ്ദേശം. അഹമ്മദ് മുസ്തഫ ചേരുന്നു. മുസ്തഫ, എന്താണ് സുജിത്തിന്റെ ഹർജി? ധന്യ, കുന്നംകുളം പോലീസ് സ്റ്റേഷന്റെ മർദ്ദനവുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ മനുഷ്യാവകാശ ലംഘനങ്ങൾ ഉണ്ടായിട്ടുള്ളത് ഉൾപ്പെടെ നമുക്ക് മുമ്പിലുണ്ട്. പ്രത്യേകിച്ച് ആ CCTV ലഭ്യമാക്കുക ഉൾപ്പെടെയുള്ള വിഷയങ്ങൾക്ക് ദിവസങ്ങളോളം മാസങ്ങളോളം അതുമായി ബന്ധപ്പെട്ട ശ്രമങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് പിന്നീടാണ് ഞെട്ടിക്കുന്ന CCTV ദൃശ്യങ്ങളൊക്കെ വളരെ കഴിഞ്ഞാണ് പിന്നീട് പുറത്തു വരുന്നത്. ഈ സാഹചര്യത്തിലാണ് ഈ ഹർജിയുടെ പ്രാധാന്യം. അഭിഭാഷകൻ അലക്സ് കെ ജോൺ മുഖേന ഹൈക്കോടതിയിൽ നൽകിയിരിക്കുന്ന ഹർജിയിൽ പറയുന്നത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മനുഷ്യാവകാശ ലംഘനങ്ങളുമായി ബന്ധപ്പെട്ട് കൃത്യമായി തന്നെ ഒരു പ്രോട്ടോകോൾ പ്രവർത്തിക്കണം. അതായത് നിലവിൽ തന്നെ ഈ മനുഷ്യാവകാശ നിയമവുമായി ബന്ധപ്പെട്ട് ജില്ലാ തലങ്ങളിലൊക്കെ കോടതികൾ പ്രവർത്തിക്കണം. ആ മനുഷ്യാവകാശ കോടതികൾ ഉണ്ട് എന്ന രൂപത്തിലുള്ള അല്ലെങ്കിൽ അങ്ങനെ പ്രവർത്തിക്കണം എന്നുള്ള രൂപത്തിലുള്ള ഒരു നിയമമുണ്ട്. പക്ഷേ അത് പ്രാവർത്തികമല്ലാത്തൊരു സാഹചര്യമുണ്ട്. ഒരു പ്രശ്നമുണ്ടായാൽ, ഒരു മനുഷ്യാവകാശ ലംഘനം ഉണ്ടായാൽ എവിടെ സമീപിക്കും എന്നതുൾപ്പെടെയുള്ള ഒരു പ്രശ്നമുണ്ട്. മനുഷ്യാവകാശ കമ്മീഷനെ സമീപിക്കുക എന്നുള്ളതാണ് ഒരു വഴി. പക്ഷെ പലപ്പോഴും രാഷ്ട്രീയ നിയമനമാവുന്നതോടുകൂടി പല വിഷയങ്ങളിലും വേണ്ടത്ര ഇടപെടലുകൾ ഉണ്ടാകാത്തൊരു സാഹചര്യം കൂടിയുണ്ട്. അത്തരം വിഷയങ്ങൾ കൂടി ചൂണ്ടിക്കാണിച്ചാണ് ഈ സുജിത്ത് ഉൾപ്പെടെയുള്ള സുജിത്തും അതോടൊപ്പം തന്നെ 3 മനുഷ്യാവകാശ പ്രവർത്തകരും ഹൈക്കോടതിയിൽ ഈ അഭിഭാഷകൻ അലക്സ് മുഖേന ഒരു ഹർജി നൽകിയിരിക്കുന്നു. ആ ഹർജിയിൽ ചൂണ്ടിക്കാണിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ സർക്കാരിനോട് കോടതി വിശദീകരണം ചോദിച്ചിട്ടുണ്ട്. 3 ആഴ്ചക്കകം ഈ വിഷയങ്ങൾ അതിലുള്ള കൃത്യമായ മറുപടി ഹൈക്കോടതിയിൽ നൽകുകയും വേണം. മാത്രമല്ല പ്രധാനപ്പെട്ട ഒരു കാര്യം, CCTV ദൃശ്യങ്ങളുമായി ബന്ധപ്പെട്ട് CCTV ക്യാമറകൾ നിലവിൽ സുപ്രീം കോടതിയിൽ കേസ് നടക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ട വിശദീകരണവും അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ കൂടി ഈ വിശദീകരണത്തിൽ ഉണ്ടാകണമെന്നും കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. ധന്യ. ശരി മുസ്തഫ.